ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും HPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എന്നുള്ളൊരു എക്സാമിനേഷൻ ഈ മാസം വരികയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ മാസം 30-ാം തീയതിയാണ് അതിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത്. നോർമലി 30-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 15 ദിവസം മുമ്പ് നമ്മൾക്ക് എന്ത് കിട്ടാറുണ്ട്, ഹാൾ ടിക്കറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ കയറിയിട്ട് കൈയോടെ ഡൗൺലോഡ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരാം. കാരണം ഒരുപാട് പേര് എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ ആ ടൈമിൽ ചിലപ്പോൾ സെർവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പോൾ നേരത്തെ അത് ഡൗൺലോഡ് ചെയ്യുക. പ്രിൻ്റ് ഔട്ട് ഇത്തിരി വൈകി എടുത്താലും ശരി ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പഴയ അതായത് 2015 ഇതിൻ്റെ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു, എത്രത്തോളം പേര് എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താണ്, അതായത് ലേറ്റസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എത്ര പേര് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2020 അതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 16 നവംബർ 2020. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23 ഡിസംബർ 2020 ആയിരുന്നു. 211/2020 എന്നായിരുന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ. അന്ന് തന്നെ 88ഓളം വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയൊരു നമ്പറാണ് കേട്ടോ, ചെറിയ നമ്പറല്ല. സാധാരണ ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ ഒരു വാക്കൻസി, ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നൊക്കെ പറയാമെന്നല്ലാതെ ഈ തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയൊരു വാക്കൻസികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നമ്പർ ഓഫ് ആൾക്കാരിനെ അവരെടുക്കുന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. കാരണം ഇപ്പോൾ 88 വാക്കൻസി ഉണ്ട്. ഈ എക്സാം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വാക്കൻസികൾ കൂടും. അത് കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വാക്കൻസികൾ കൂടും. ഓരോരുത്തരും എടുത്ത് തുടങ്ങുമ്പോഴേക്കും ഒരു 3 വർഷത്തോളം ലിസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർഷം കൂടുന്തോറും ചിലപ്പോൾ ഓരോ മാസമായിരിക്കും അവിടെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് മാക്സിമം വാക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഉള്ള എല്ലാ വാക്കൻസികളും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എന്തായാലും നല്ലൊരു വാക്കൻസി ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു സൂചനയാണ്. നമുക്ക് സാധാരണ 19 മുതൽ 36 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അതുണ്ട്. 20 മുതൽ 53K 20,000 മുതൽ 53,000 രൂപ വരെയാണ് അതിൻ്റെ സാലറി പാക്കേജ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLCയും അതിൻ്റെ കൂടെ തന്നെ നാഷണൽ ട്രേഡ്, അതായത് ഈ ഒരു നമുക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണമല്ലോ, അത് NTC MMVയോ ഇലക്ട്രീഷ്യനോ മതിയാവും. ചിലർ ഇതിൻ്റെ ഹയറൊക്കെ വെച്ചിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കലുകാർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ അതുപോലെ ഇലക്ട്രിക്കലുകാർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു പോസ്റ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇതിലിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് നമുക്ക് സമാധാനം തരുന്നൊരു പോസ്റ്റാണ്. അല്ലാണ്ട് ഭയങ്കര ടെൻഷനുള്ള ജോബ് അങ്ങനെയൊന്നുമില്ല. നല്ലൊരു സാലറി പാക്കേജ് ഉണ്ടോ. ഈ സാലറി പാക്കേജ് ഇപ്പോഴേ 20,000 ഉണ്ട് മിനിമം ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് കൂടും. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പേ കമ്മീഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബേസിക് പേയ്മെൻ്റ് ഒക്കെ കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇത്ര നല്ലൊരു പോസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. OMR എക്സാം എഴുതണം, അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് അവരെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇതിൻ്റെ സിലബസ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമുക്ക് മോട്ടോർ മെക്കാനിക് വെഹിക്കിളും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് ഈ രണ്ട് ഭാഗത്തു നിന്നാണ് അതിൻ്റെ സിലബസ് വരിക. അതിൽ മോട്ടോർ മെക്കാനിക്കിൽ നിന്ന് വരുന്ന ഭാഗങ്ങൾ എൻജിൻസ്, പിന്നെ അതിൽ കുറേ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ചേസസ്, അതിന്നും കുറേ ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിനും കുറേ ടോപ്പിക്കുകളും മോട്ടോർ മെക്കാനിക്കിൽ നിന്ന് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ എന്ന് അതിൻ്റെ ഇലക്ട്രിക്കൽ ഫണ്ടമെൻറ്റൽസ്, മെഷീൻസ്, AC മെഷീൻസ്, DC മെഷീൻസ്, പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, AC ഫണ്ടമെൻറ്റൽസ്, വയറിംഗ്, ഇലുമിനേഷൻ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഭാഗത്തുനിന്നാണ് ഇലക്ട്രിക്കലിന് വരുന്നത്. അത്യാവശ്യം നോക്കാനുണ്ട്. പക്ഷേ ഇലക്ട്രിക്കലുകാർക്കും മോട്ടോർ അതായത് മെക്കാനിക്കലുകാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ഇത് എന്തായാലും എക്സാം നടത്തുക. പക്ഷേ ചില സമയത്ത് ഏതൊരു തവണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, ഏതൊരു തവണ മെക്കാനിക്കൽ ഭയങ്കര ടഫാക്കിയിട്ട് ഇലക്ട്രിക്കൽ ഭയങ്കര ഈസി ആക്കി. അങ്ങനെ ഇലക്ട്രിക്കലുകാരാണ് കൂടുതൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആരും നിരുത്സാഹപ്പെടുത്തല്ല കേട്ടോ. അപ്പോൾ രണ്ടിനും ഒരു ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ മെക്കാനിക്കലുകാർ എനിക്ക് മെക്കാനിക്കലാണ് പഠിക്കാൻ എളുപ്പം, ഞാൻ അതാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അത് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വന്നിട്ട് ഇലക്ട്രിക്കൽ ഈസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിക്കൽ കയറും. ചിലപ്പോൾ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നോക്കണില്ല, എനിക്ക് ഇലക്ട്രിക്കലിന് ഇഷ്ടം പറഞ്ഞ് നിൽക്കും.
അപ്പോൾ മെക്കാനിക്കലി എളുപ്പമായിട്ടൊന്നും എന്ത് സംഭവിക്കും, മെക്കാനിക്കലി കയറും. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി കഴിഞ്ഞ തവണത്തെ റാങ്ക് നിലകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തെ OMR എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് 24/6/2015 അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 22/6/2017 വരികയും ചെയ്തു. അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 65.33 ആയിരുന്നു. അത് നമ്മൾ ജനറൽ കാറ്റഗറിയിൽ അവർ 950ഓളം ആൾക്കാരെയാണ് ജനറലിൽ മാത്രം അവർ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, എത്രത്തോളം വാക്കൻസി ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ അത്രയും ആൾക്കാരിനെ ജനറലിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അത്രയും പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ജനറലിൽ ആ ലാസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 26.67, അതായത് കട്ട് ഓഫ് 26.67 ആയിരുന്നു. ഹയസ്റ്റ് 65.33 ആയിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മാർക്കുള്ള ഒരാൾ വരെ ഈ ഒരു എക്സാമിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എക്സാം എഴുതി ഒരുവിധം എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാവരും പിടിച്ച ലിസ്റ്റിലിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ 0 മാർക്ക് കിട്ടിയുള്ള ആൾക്കാർ ഒരിക്കലും ലിസ്റ്റിൽ കിടക്കില്ലല്ലോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നല്ലോണം അപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. 950ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ടോട്ടൽ 959 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയിരിക്കുന്നത് 2019 മാർച്ച് 28-നാണ്. അപ്പോൾ 950 ജനറലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റ് 950 അല്ല കേട്ടോ, ലിസ്റ്റിൽ കുറേ പേരുണ്ട്. 1000ഓളം പേര്, 1000 അല്ല അതിനേക്കാളും, എനിക്ക് 2000ഓളം പേര് ലിസ്റ്റിലുണ്ടാവും തോന്നുന്നു. കാരണം ഓരോ കാറ്റഗറിയിലും 100, 200, 300 ആൾക്കാരൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈഴവ, അതുപോലെ SC ST, മുസ്ലിം, ഇതൊക്കെ ഇങ്ങനെ വേറെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ. ഈ കാറ്റഗറിയിലും പെടുന്ന ആൾക്കാർ വേറെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2000 3000 സംതിങ് ആൾക്കാരിനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ എണ്ണം നോക്കിയില്ല, ഞാൻ ജനറൽ മാത്രം ജസ്റ്റ് നോക്കിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കട്ട് ഓഫ് ഇത്രയായിരുന്നു പറഞ്ഞിട്ട് ഇത്തവണ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു എക്സാമിനേഷൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് 2015 നടന്നു. ഇനി 2022 തീയതി നടക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു എക്സാം ഇതുപോലൊരു 3-5 വർഷം കഴിയുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ കൂടും. ഒരുപാട് പേര് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ എല്ലാവരും തന്നെ കേരള PSCയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ കാണാം. അപ്പോൾ ഒരുപാട് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ അത് ലാസ്റ്റ് എക്സാം ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സിലബസൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന പോലെ ധാരാളം ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ വരാണ്ട് ശ്രദ്ധിക്കുക. 2 സബ്ജക്റ്റും പ്രത്യേകം ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, നമ്മുടെ സബ്ജക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടും. കാരണം ഏതെങ്കിലും ഒരു ഭാഗം അവരെന്തായാലും ടഫാക്കി കൊണ്ടുവരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ രണ്ടും നല്ല രീതിയിൽ നോക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ കയ്യിലൊരു സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് പരിഗണനയിൽ എടുക്കണം. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഓപ്പറേഷനെ കുറിച്ചുള്ള എക്സാമിനെ കുറിച്ചിട്ട് ഒരു അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. 25,088 ആളുകളാണ് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും പേര് എക്സാം എഴുതുന്നുണ്ട്. 30/1/2022 സൺഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത്. 100 മാർക്കാണ് മാക്സിമം വരുന്നത്. 1.25 മണിക്കൂറാണ്. ഇംഗ്ലീഷാണ്. OMR എക്സാമാണ്. ഓൺലൈനല്ല. കുറച്ച് പേരുണ്ടെങ്കിലൊക്കെ ചിലപ്പോഴല്ല, കുറച്ച് പേരുണ്ടെങ്കിലേ ഓൺലൈൻ എക്സാം നടത്തുള്ളൂ. അല്ലാത്ത പക്ഷം അവർ നടത്തുന്നത് ഇതുപോലെ ഓഫ്ലൈൻ OMR എക്സാം തന്നെയായിരിക്കും നടത്തുക. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് 15-ാം തീയതി മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടി തുടങ്ങുന്നുള്ളത്. അപ്പോൾ കയറിയിട്ട് എല്ലാവരും പ്രൊഫൈലിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കൈയോടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇനിയാകെ 15 ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 15 ദിവസം ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ദിവസം കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മനസ്സിലേക്കൊന്ന് ഉറപ്പിക്കുക. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക. ഈ 15 ദിവസം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 15 ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറിയ കട്ട് ഓഫുള്ള ഒരുപാട് പേരിനെ എടുക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് സീരിയസ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ട് ഈ ജോലി ഉറപ്പായിട്ടും കിട്ടും. അതല്ലാതെ വെറുതെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് കട്ട് ഓഫിന് അടുത്തെത്തിയത്, അത് നമ്മളൊന്നും പഠിക്കേണ്ട പോയാൽ തന്നെ നമ്മൾ ഏതാണ്ട് കട്ട് ഓഫിന് അടുത്തെത്തും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, കട്ട് ഓഫിന് അടുത്തെത്തിയുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷൻ, അയ്യോ ഞാൻ കുറച്ചൊന്ന് നോക്കിയിരുന്നെങ്കിലും തോന്നും. അങ്ങനെ ഒരു കുറ്റബോധം പിന്നീട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കൂടെ ഒന്ന് സെർച്ച് ചെയ്യാം.